ചില സ്ഥലങ്ങൾ നമ്മൾ കാണുന്നതിനെക്കാട്ടി വളരെ വലുതാണ്. ടൂറിസ്റ്റ് കേന്ദ്രമായി കരുതി നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്ന മലേഷ്യയിലെ ബത്ത് കേവ്സ്. നിറങ്ങളുള്ള പടികളും വലിയ മുരുകന്റെ പ്രതിമയും. എന്നാൽ നമ്മളൊന്നും കാണാത്ത ഒരു ബത്ത് കേവ് അതിനുള്ളിൽ ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ കമന്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കാലം മനുഷ്യന് മുൻപുണ്ടായ സ്ഥലം ബത്ത് കേവ്സ്. 400 മില്യൺ വർഷത്തിലധികം പഴക്കമുള്ള ചുണ്ണാമ്പ് കല്ല് ഗുഹാ സമൂഹമാണിത്. മനുഷ്യർ പോലും ഉണ്ടായിരുന്നില്ലാത്ത സമയത്ത് ഈ ഗുഹ ഇവിടെ ഉണ്ടായിരുന്നു. അർത്ഥം ഇതാണ്: ഈ ഗുഹ മനുഷ്യനുണ്ടാക്കിയതല്ല, മനുഷ്യ ചരിത്രം ഈ ഗുഹയെ കണ്ടെത്തിയതാണ്. മലേഷ്യൻ ലാംഗ്വേജായ മലയ് ഭാഷയുടെ പദമാണ് ബത്ത്. സ്റ്റോൺ അല്ലെങ്കിൽ റോക്ക് എന്നർത്ഥം വരുന്നത്. ഇവിടുത്തെ പ്രാദേശിക മലയ് ജനങ്ങൾ കല്ലുകളും മലകളും കാണിച്ച് ഇതിനെ ബത്തു എന്ന് പേര് വിളിച്ചു. പിന്നീട് ബ്രിട്ടീഷുകാർ ഇതിനെ ബത്ത് കേവ് എന്ന് മാപ്പിലും രേഖപ്പെടുത്തി. പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് ടെമ്പിളിന്റെ പേരാണെന്ന്. എന്നാൽ ടെമ്പിൾ വരുന്നതിന് മുന്നേ ഈ പേര് ഇവിടെ ഉണ്ടായിരുന്നു. ബത്ത് കേവ് ആക്ച്വലി ഒറ്റ ഗുഹയല്ല. അത് വളരെ തെറ്റിദ്ധാരണയുള്ള ഒരു കാര്യമാണ്. ആക്ച്വലി ഇത് പല ഗുഹകളുടെ സമുച്ചയമാണ്. പ്രധാനമായിട്ടുള്ളത് ടെമ്പിൾ കേവ്, അതാണ് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഡാർക്ക് കേവ്, അത് ജനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ആർട്ട് ഗാലറി കേവ്, അതിൽ കൂടാതെ ഒരുപാട് ആഴത്തിലുള്ള പലതരത്തിലുള്ള ഗുഹകൾ വേറെയുമുണ്ട്. ക്ഷേത്രം എപ്പോൾ എങ്ങനെയുണ്ടായി? 1890കളിൽ തമിഴ് വ്യാപാരിയും സമൂഹ നേതാവുമായ കെ തമ്പുസാമി പിള്ള ഈ ഗുഹ സന്ദർശിക്കുന്നു. അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുകയുണ്ടായി. പ്രധാന ഗുഹയുടെ ആകൃതി മുരുകന്റെ വേലിന്റെ രൂപം പോലെ തോന്നി. ഇത് യാദൃശ്ചികമല്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ 1891 ബത്ത് കേവിൽ മുരുകൻ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടു. അന്ന് ഇത് ലോക പ്രശസ്തമാകുമെന്ന് ആരും കരുതിയില്ല. ഐപ്പൂസം മുരുകൻ ദുഷ്ടശക്തികളെ നശിപ്പിക്കാൻ വേൽ സ്വീകരിച്ച ദിവസം എന്ന വിശ്വാസത്തിൽ ആചരിക്കുന്നു. 1900ന്റെ തുടക്കത്തിൽ ബത്ത് കേവിൽ ഈ ഉത്സവം ആരംഭിച്ചു. ചെറിയൊരു പ്രാർത്ഥനയായി തുടങ്ങിയത് ഇന്ന് ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തൈപ്പൂസം ആഘോഷങ്ങളിൽ ഒന്നായി മാറി. ബത്ത് കേവിലെ പ്രവേശനത്തിൽ ആദ്യം നമ്മുടെ കണ്ണുകളെ ആകർഷിക്കുന്ന ഒന്നാണ് 42.7 മീറ്റർ, അതായത് ഏകദേശം 10 അടി ഉയരമുള്ള മുരുകന്റെ പ്രതിമ. പൂർണ്ണമായും സ്വർണം പെയിന്റ് ചെയ്തതും സൂര്യപ്രകാശം അതിലേക്ക് പ്രകാശിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 272 പടികൾ കയറിക്കൊണ്ടാണ് നമ്മൾ പ്രധാന ഗുഹയിലേക്ക് പോകുന്നത്. പടികൾ കയറുമ്പോൾ പ്രതിമ ക്രമേണ ഉയരങ്ങളിലേക്ക് ഉയരുന്നതായി തോന്നും, നിങ്ങളുടെ യാത്രയെ നോക്കി നിൽക്കുന്നത് പോലെ. പടി കടന്ന് ഗുഹയ്ക്കുള്ളിൽ ചെന്നാൽ അവിടെ നിശബ്ദത അനുഭവിക്കാം. പുറം ലോകത്തെ ശബ്ദം അവിടെ പൂർണ്ണമായും കേൾക്കാനാവില്ല. ടെമ്പിൾ ഒരു ഗുഹ മാത്രമാണ്. അതുപോലെയുള്ള മറ്റൊരു ഗുഹയാണ് ഡാർക്ക് കേവ്. അത്യന്തം ആഴത്തിലുള്ള ഇരുണ്ട മേഖലകൾ, വെളിച്ചവും എത്താത്തതും ഓക്സിജൻ കുറവുള്ളതും പെട്ടെന്ന് വെള്ളം നിറയുന്ന ചാനലുകൾ, വഴിതെറ്റിയാൽ മടങ്ങി വരാൻ പറ്റാത്ത സാഹചര്യം. കൂടാതെ അപൂർവ ജീവജാലങ്ങളെ ഗവേഷകർ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. വെളിച്ചം കാണാതെ ജീവിക്കുന്ന ജീവികൾ, ഗുഹയ്ക്കുള്ളിൽ മാത്രമുള്ള സ്പീഷീസ്, അപൂർവ കീടങ്ങളും ബാറ്റ്സുകളും. മനുഷ്യ ശബ്ദവും വെളിച്ചവും ഇവയുടെ ജീവിതം നശിപ്പിക്കും. ആദ്യകാലങ്ങളിൽ ഈ ഗുഹയുടെ ഒരു 450 മീറ്റർ വരെ പൊതുജനങ്ങൾക്ക് ഓപ്പൺ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അനുവദിക്കാത്തതിന് പ്രധാന 3 കാരണങ്ങളുണ്ട്. ഒന്ന്, സുരക്ഷ. മുൻപ് ചിലർ വഴിതെറ്റി പരിക്കേറ്റ് റെസ്ക്യൂ ഓപ്പറേഷൻ വരെ വേണ്ടിവന്നു. രണ്ടാമത്, ഗുഹയുടെ സ്റ്റെബിലിറ്റി. ഗുഹകൾ ജീവിക്കുന്നത് പാറ പോലെയാണ്. കൂട്ടവും ശബ്ദവും അതിന്റെ ഘടനയെ ബാധിക്കും. പരിസ്ഥിതി വിശ്വാസം. ചില ഭാഗങ്ങൾ ധ്യാനത്തിനും സംരക്ഷണത്തിനും മാത്രമുള്ളതാണെന്ന് വിശ്വസിക്കുന്നു. പ്രദേശവാസികൾ പറയുന്നത് എല്ലാ സ്ഥലങ്ങളും എല്ലാവർക്കും തുറക്കേണ്ടതില്ല, അത് കാണാനല്ല, അനുഭവിക്കാനുള്ളതാണ്. ബത്ത് കേവിലെ മറ്റൊരു ഗുഹാഭാഗമാണ് ആർട്ട് ഗാലറി. ടെമ്പിൾ കേവിൽ നിന്ന് മാറി അല്പം എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കാണുന്ന മറ്റൊരു പ്രദേശം. ഇവിടെ വലിയ പഴയ ഭിത്തിച്ചിത്രങ്ങളും വല്ലിപ്പടങ്ങളും കാണാം. ഭക്തർ മുരുകൻ ആരാധനയ്ക്കായി വരച്ചത് പിന്നീട് ഒരു കലാസംഭാവനയായി മാറി. നാലാമതായിട്ടുള്ളതാണ് പൊതുജനങ്ങൾക്ക് പൂർണ്ണമായും തുറന്നിട്ടില്ലാത്ത ഗുഹകൾ. അവിടെ പഴയകാല മനുഷ്യർ ജീവിച്ചിരുന്നതായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ പ്രൊട്ടക്റ്റഡ് ആർക്കിയോളജിക്കൽ സോണായി മാറ്റി. ബത്ത് കേവ് വെറും കല്ലുകളും ദൈവവും മാത്രമല്ല, അത് കാലം, ശാസ്ത്രം, വിശ്വാസം, മനുഷ്യൻ, മൗനം, അങ്ങനെ എല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലമാണ്. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ബത്ത് കേവിൽ പോകുമ്പോൾ ക്യാമറ ഉയർത്തുന്നതിന് മുന്നേ ഒന്ന് മൗനമായിട്ട് ആ പ്രദേശം ഒന്ന് നിരീക്ഷിക്കും. ചില കാഴ്ചകൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതല്ല, എന്നാൽ മനസ്സുകൊണ്ട് അറിയാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക.